എന്തോ ഇവിടെ എന്താ ആള് കൂടിയിരിക്കണം? എന്താ ഇവിടെ എന്താ ആള് കൂടിയിരിക്കണം? ഒരു കരച്ചിൽ. എടോ ഇതൊരു മരണ വീടാ. മരണ വീടാ? അതെന്ത് വീടാടോ? എടോ ഇതൊരു മരിച്ച വീടാണെന്ന്. വീട് മരിച്ചു പോയാ? ഇയാൾ എന്തൊക്കെ പറഞ്ഞത്? എടോ ഒരാള് മരിച്ചിരിക്കുക. ആ, ഇരുന്ന് മരിച്ചത് ഞാൻ പലഹാരം മരണം കണ്ടിട്ടുണ്ട്. നടന്നു മരിക്കണുണ്ട്, കിടന്ന് ഇരുന്ന് മരിക്കണത് ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. എടോ ഈ വീട്ടിലൊരു അംഗം മരിച്ചെന്ന്. അങ്ങ് മരിച്ചിരിക്കണം? അത് ശരി. ആ, മരിക്കുമ്പോ 6 മാസമായിരുന്നു. ഗർഭിണിയായിരുന്നല്ലേ? 6 മാസം ഒരു കൊച്ചു കുട്ടിയാ മരിച്ചത്. കൊച്ചുകുട്ടിയാണല്ല? അപ്പൊ സാരമില്ല. അപ്പൊ സാരമില്ല, കൊച്ചല്ലേ, സാരമില്ല. എന്ത് സാരമില്ലെന്നോ? അത് ചൂടാവണെന്തായിരുന്നു? മരണവെട്ടി കൂടെ ഒന്ന് കളിക്കാതെ. ഞാൻ ഒരു മഹാകവി പറഞ്ഞ കാര്യം പറഞ്ഞോടോ. മഹാകവി എന്ത് പറഞ്ഞു? മഹാകവി പറഞ്ഞു മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരു മണിപ്പൂട്ട് പോലെയാണെന്ന്. ജീവിതം മണിപ്പൂട്ട് പോലെയാണെന്ന് അത് മഹാകവി പറഞ്ഞിട്ടുണ്ട്. ജീവിതം എന്താ മണിപ്പൂട്ട് പോലെ? ജീവിതമാണ് ഏത് നിമിഷവും അടഞ്ഞു വീഴാന്ന്. ആഹാ, അത് പറയാൻ മഹാകവി വേണമെന്നൊന്നുമില്ല. ഏത് ചായക്കടലെ പൂട്ടുത്തരൊന്നും പറയും. എങ്ങനെ മരിച്ചെങ്ങനെ? അമ്മ പാല് കൊടുത്തപ്പോ ശിരസിൽ കയറി മരിച്ച. അമ്മ പാല് കൊടുക്കാൻ നേരത്തെ ചെറിയ കൊച്ചുള്ളൂ, അതിന്റെ ശിരസിൽ കയറി പിന്നെ കൊച്ചാത്തൂല്ല. എന്ത് പറഞ്ഞു? അതല്ല, അമ്മ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോ കുട്ടിയുടെ ശിരസിൽ പാല് കയറി മരിച്ചു. പാല് കയറി മരിച്ചു? എനിക്കെന്താ എത്ര വിഷമം വന്നത്? മരിക്കുമ്പോ നല്ല മണി പോലെ സംസാരിച്ചിരുന്ന 6 മാസം പ്രായമുള്ള കൊച്ചാ? കൊച്ചിന്റെ തള്ള. തന്റെ കൊച്ചായിരുന്നാ? എന്റെ കൊച്ചല്ല, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ കൊച്ചായിരുന്നു. അത് എനിക്കെന്താ ഇത്ര വിഷമം? എന്താ എങ്ങനെയെങ്കിലും ആ കുടുംബം ഒന്ന് പിഴച്ചു പോട്ടെ എന്ന് ഞങ്ങൾ. ഞാനൊരു ദുഷ്ട മനസ്ഥിതിക്കാരനാണല്ലോ. അവരെങ്ങനെ പിഴച്ചു പോയിക്കോട്ടെ എന്നൊക്കെ ഉള്ളൊരു മനസ്ഥിതിയാണ് കേട്ടോ. അവരെങ്ങനെയും ജീവിച്ചു പോട്ടെ. ജീവിച്ചോട്ടെ. ഞാനും ഓർത്തു ഒരു വർത്തമാനം പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. ചിലപ്പോൾ മരണ വീട്ടിൽ വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടം വരെ. ഇതെന്താണ് ഒരു വലിയൊരു ഒലക്കയും കൊണ്ട് ഒന്ന് മനുഷ്യന്റെ കാലിലിട്ട് കുത്തിരിക്കും. ഒടുക്കത്തെ കുത്തി. ഇയാളെ എവിടുന്ന് വന്നിട്ടത്? ഇയാളെ എവിടുന്ന് വന്നിട്ടത്? ഈ ഒന്ന് പോയിക്കത്താ കണ്ണോണ്ട് വിടറോ? ഒരു പടി കൊണ്ടുവന്നിട്ട് ഒരു ഒരൊറ്റ കുത്തന്റെ കാലിനിട്ട്. കണ്ണില്ലാത്താനോടോ? കണ്ണില്ലേ? ഈ ഒലക്കം കൊണ്ട് നടക്കണം മുട്ടമടി. ഈ മുട്ടമടി കൊണ്ട് നടക്കണം എന്തിനാണ്? ഞാൻ വടി കുത്തിയെടുത്ത് കാലുകൊണ്ട് വെച്ചിട്ടല്ലേ? ശരിയാ, വടി കുത്തിയെടുത്ത് കാലുകൊണ്ട് വെച്ചതിനാ. പിന്നെ എന്റെ കാലിൽ തന്നെ ഉന്നം നോക്കി കൊണ്ട് നോക്കിയത് അയാൾ കരുതി കൂട്ടി കുത്തിയാണെന്ന്. ഞാനോട് പോട്ടെ. വേണ്ട, താൻ അങ്ങോട്ട് പോകണ്ട. തന്നെ തനിക്ക് വല്ലവരും വിളിച്ചുകൊണ്ട് വന്നാ പോരോ അങ്ങോട്ട്. മോനുണ്ട്. മോനെ വിളിച്ചുകൊണ്ട് നടന്നൂടെ വഴി കൂടെ? അവൻ അന്തനാടോ. അപ്പൊ താനാ കുരുടൻ. അവനീ വഴി തന്നെ? അവനീ വഴിയിൽ അവൻ വേറെ വഴിക്ക്. അവന്റെ ഇങ്ങനത്തെ വടിയൊന്നുമില്ലല്ല. ഇല്ല, അവന്റെ സ്റ്റീലിന്റെ വടി. ഈ വഴി വരാത്ത വലിയ ഭാഗ്യമായി പോയി. താൻ പോയി ഇവിടെ പോ. ഇവിടെ കണ്ട ഞാൻ കല്യാണ വീട്ടിൽ പോയാണ്. കല്യാണ ഇത് മരണ വീടാടോ? എന്റെ അവിടെ കരച്ചിലേക്കണ്ടല്ല. പിന്നെ മരിച്ച വീട്ടില് കരച്ചിലേ? കല്യാണ വീട്ടിൽ എവിടെ നിന്നാടോ? കല്യാണ വീട്ടിൽ കരച്ചിലേക്കൂലേ? മോക്ക് സീതനം കൊടുക്കും അച്ഛൻ കരയൂല്ലേ? എന്ത് സ്വർണത്തിനൊക്കെ എന്ത് വില ഇപ്പൊ. ഇയാൾ എന്തായാലും വേണ്ട, ഇവിടുന്ന് പോയി. ഇവിടുന്ന് പോ. ഇവിടെ കണ്ട. ആരാ മരിച്ചത്? ഒരു കൊച്ചു മരിച്ചതാണ്. കൊച്ചു മരിച്ച? എങ്ങനെ മരിച്ചെന്നാണ് ഇവിടെ പാല് കൊടുത്തപ്പോളേ ശിരസി കയറിയതാണ്. പാലാ? ആ, പാല്. പാലെങ്ങനെ ഇരിക്കും? ഇയാള് ഏത് കുരുടോ? പാല് പാലടോ? വെള്ളപ്പാല്, ദൂത് പാല് അറിഞ്ഞൂടെ? ഇയാൾ എന്ത് കുരുടനാണ്? എന്നാ പാല് കണ്ടിട്ട് കണ്ടു കളഞ്ഞൂടെ? പാല് ഞാൻ കണ്ടിട്ടില്ലടോ. അതല്ലേ ഇവിടെ പാല് എന്തുമാത്രം പാലുണ്ടോ? ഈ പാലാട്ട് കോമൻ, കുഞ്ഞിക്കണ്ണൻ, പാലാഴി മദന, ഗോപാൽ. അറിഞ്ഞൂടാ അങ്ങനെ ഇരിക്കും. ഇവിടെ പാലെന്ന് പറഞ്ഞാലേ ഇവിടെ പാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല വെളുത്ത് നല്ല കൊക്കിനെ പോലെ ഇരിക്കും. കൊക്കെങ്ങനെ ഇരിക്കും? ഒരറ്റ ഇവിടെ കൊക്കെന്ന് പറഞ്ഞാലേ കൊക്കെന്ന് പറഞ്ഞാൽ പലതരം കൊക്കുണ്ട്. വലിയ കൊക്കുണ്ട്, ചെറിയ കൊക്കുണ്ട്. കൊക്കെന്ന് പറഞ്ഞാൽ ഏതാണ്ട് തന്നെ കൈയോട്ടെ ഇങ്ങനെ ഇരിക്കും. വെളുത്ത് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കുവോ? അപ്പൊ പാലിങ്ങനെ ഇരിക്കും അല്ലേ? ഓ, ഇത് ശിരസി കയറിയ കൊച്ചല്ല, അമ്മയും തട്ടിപ്പോവൂലേ? അയ്യോ ഓടി വരണ നാട്ടുകാരെ, കമലോ എല്ലാം പോയി. എന്നതാ രാവിലെ കിടന്ന് നിലവിളിക്കുന്നത്? സ്കൂട്ടർ ആരാണ്ട് എടുത്തോണ്ട് പോയി, കാണുന്നില്ല. എവിടെ നോക്കട്ടെ? ഇല്ലാത്ത സാധനം നീ എവിടെ ഇട്ടാടി നോക്കുന്നേ? എന്നാലും അത് എവിടെ പോയി? എന്റെ ബലമായ സംശയം ഏതോ കള്ളം എടുത്തോണ്ട് പോയിട്ടുണ്ടാവും. കള്ളനോ? ഏതായാലും ഈ പഞ്ചായത്തിലുള്ള കള്ളനായിരിക്കത്തില്ല. അതിനാണ് നീ അങ്ങനെ പറഞ്ഞേ? ഈ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും നിങ്ങളുടെ സ്കൂട്ടറിന്റെ വിശേഷം അറിയാലോ. അറിഞ്ഞോണ്ട് ആരെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുവോ? എന്തായാലും എടുത്തോണ്ട് പോയിന്റെ തലയിൽ ഇടുത്തി വീഴട്ടെ. അയ്യോ, അതല്ല പണിക്കരേട്ടാ, ഞാനിപ്പോ ആലോചിക്കുന്ന രാത്രി ഞാൻ എങ്ങനെ കിടന്ന് ഉറങ്ങും? അതെന്നാടി നീ സ്കൂട്ടറിന്റെ മുകളിലാണോ കിടന്ന് ഉറങ്ങുന്നേ? അതല്ല, രാവിലെയും വൈകിട്ട് നിങ്ങൾ ദിവസം അത് സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അതുകൊണ്ടാ കൊതുകടി ഇല്ലാതെ ഞാൻ കിടന്ന് ഉറങ്ങുന്നേ.
ഞാൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? അതിന് വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും കളഞ്ഞു പോയാലല്ലേ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേണ്ടതുള്ളൂ. സ്കൂട്ടിന് എന്താ വിലയില്ലേ? ഇപ്പൊ അത് ആർക്ക് കൊടുത്താലും ഒരു 2500 രൂപയെങ്കിലും മിനിമം കിട്ടും. എന്റെ പണിക്കരേട്ട പോലീസിന് 10,000 രൂപ കൊടുത്ത് ഈ 2500 രൂപയുടെ ഉണക്ക സ്കൂട്ടർ മേടിക്കാൻ നിങ്ങൾക്ക് തലക്ക് എന്നെ വട്ടുണ്ടോ? ആ അതും ശരിയാ. പണിക്കരേട്ടാ ഈ സ്കൂട്ടർ എടുത്തോണ്ട് പോയാൽ പെട്രോൾ ഒഴിച്ച് അവന്റെ നിക്കറ് കയറും. അതല്ല എന്റെ ബലമായ സംശയം, ഈ കുപ്പി പാട്ടയൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നവന്റെ ആക്രിക്കാരും എടുത്തോണ്ട് പോയതാണോ? വിഷമിക്കണ്ട പണിക്കരേട്ട, ഈ വിഷമം മാറ്റാൻ നമുക്കൊരു വിനോദയാത്രയ്ക്ക് പോകാം. നീ കൂടെ ഉണ്ടെങ്കിൽ ഏത് ടൂർ പോയിട്ട് എന്നാടി കാര്യം?